കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള നിയോജക മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് രണ്ടാമത് ഒരു ആലോചനയില്ലാതെ ഏതൊരു മാണി കേരള കോൺഗ്രസ്സുകാരനും പറയുന്ന ഉത്തരം പാലാ എന്നായിരിക്കും. എന്നാൽ ഈ പാലാ മണ്ഡലം തുടർച്ചയായ 2 തവണ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയ ഒരു മണ്ഡലം കൂടിയാണ്. ആദ്യവട്ടം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് പാർട്ടിയുടെ സീനിയർ നേതാവായ ജോസ് ടോം ആണെങ്കിൽ രണ്ടാം വട്ടം പരാജയപ്പെട്ടത് സാക്ഷാൽ ജോസ് കെ മാണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും പാലാ തിരികെ പിടിക്കണമെന്ന ആവേശത്തിലും വാശിയിലുമാണ് കേരള കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇവർക്ക് ഒട്ടും ശുഭകരമല്ല എന്നതാണ് യാഥാർത്ഥ്യം. മണ്ഡലം തിരികെ പിടിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലവിലെ സാഹചര്യത്തിൽ ഒരു മത്സരം നടന്നാൽ പാലായിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന വെല്ലുവിളിയാണ് അവർക്ക് മുന്നിൽ ഉയർന്നിരിക്കുന്നത്. പാലാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ രാമപുരം പഞ്ചായത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് 24-ാം തീയതി ഫെബ്രുവരി 24-ാം തീയതി നടക്കുകയുണ്ടായി. 25-ാം തീയതി അതിൻ്റെ ഫലം വന്നപ്പോൾ 200 വോട്ടുകൾക്ക് കോൺഗ്രസ് ആ മണ്ഡലം നേടിയെടുത്തു എന്നത് മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയേക്കാൾ പിന്നിൽ 3ാം സ്ഥാനത്താണ് ഇവിടെ ഫിനിഷ് ചെയ്തത്. റോഷി അഗസ്റ്റിന്റെ സ്വന്തം പഞ്ചായത്തായ രാമപുരത്താണ് പാർട്ടിക്ക് ഗതികേടുണ്ടായിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മത്സര രംഗത്ത് ഉണ്ടാവില്ല എന്നാണ് പൊതുവിലുള്ള ഒരു അനുമാനം. കാരണം അദ്ദേഹത്തിന് ഇനി രാജ്യസഭയിലേക്ക് കാലാവധി വർഷങ്ങൾ നീണ്ടു കിടക്കുകയാണ്. ജോസ് കെ മാണിയുടെ അഭാവത്തിൽ പാലായിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളായി പറഞ്ഞു കേൾക്കുന്നത് പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോബിൻ കെ അലക്സിന്റെയും ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കന്റെയും എല്ലാം പേരുകളാണ്. BJP സ്ഥാനാർത്ഥിയായി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഷോൺ ജോർജ് പാലായിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന രാഷ്ട്രീയ അഭ്യൂഹങ്ങളും ശക്തമാണ്. ഷോൺ ജോർജ് നിസ്സാരക്കാരനല്ല. പൂഞ്ഞാറാണ് അദ്ദേഹത്തിന്റെ തട്ടകമെങ്കിലും നിലവിൽ അദ്ദേഹം കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ അംഗമായിരിക്കുന്ന ഡിവിഷൻ എന്ന് പറയുന്നതിൽ പാലാ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ 4 പഞ്ചായത്തുകൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഷോണിന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലമൊക്കെ അദ്ദേഹം പാലായിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ വ്യാപകമായ വ്യക്തിബന്ധങ്ങളും ഷോൺ ജോർജിനുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ക്രൈസ്തവ സഭ പൊതുവിൽ BJPയോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഷോൺ ജോർജിനും അച്ഛൻ PC ജോർജിനും സഭയുമായി നല്ല അടുത്ത ബന്ധവുമുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ മത്സരിക്കുകയും NDA സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് രംഗത്ത് വരികയും കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധികളായി രാജേഷ് വാളിപ്ലാക്കനോ ടോബിൻ കണ്ടനാടനോ രംഗത്തിറങ്ങുകയും ചെയ്താൽ ഷോൺ ജോർജും മാണി സി കാപ്പനും തമ്മിലുള്ള ഒരു മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നതാണ് പാലായിലെ ഗ്രൗണ്ട് റിയാലിറ്റി. സിറ്റിംഗ് MLA ആയ മാണി സി കാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ KM മാണിയോട് 3 തവണ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കാപ്പന്റെ തേരോട്ടമാണ് പാലാ കണ്ടത്. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും വികസനം എത്തിക്കുവാൻ, പ്രത്യേകിച്ച് സാക്ഷാൽ KM മാണിയുടെ കാലത്ത് പോലും അവഗണിക്കപ്പെട്ടിരുന്ന പാലായുടെ മലയോര പ്രദേശങ്ങളിൽ വലിയ വികസനം എത്തിക്കുവാൻ മാണി സി കാപ്പന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനതീതമായ ഒരു ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പൊതുവിൽ UDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യവും മാണി സി കാപ്പന്റെ ജനകീയതയും കണക്കിലെടുക്കുമ്പോൾ അടുത്ത മന്ത്രിസഭ UDF രൂപീകരിച്ചാൽ മാണി സി കാപ്പൻ ഒരു മന്ത്രിയാകാനുള്ള സാധ്യതകൾ ശക്തമായി നിലനിൽക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിനൊരു മേൽക്കൈ ഉണ്ടാവും. സ്വാഭാവികമായും മാണി സി കാപ്പൻ വിരുദ്ധ വോട്ടുകൾ കൂടുതൽ ശക്തനായ എതിർ സ്ഥാനാർത്ഥിയിലേക്ക് കേന്ദ്രീകരിക്കുവാനുള്ള ഒരു സാഹചര്യവും സംജാതമാവും. കേരള കോൺഗ്രസിന് വേണ്ടി ദുർബലരായ സ്ഥാനാർത്ഥികളുടെ രംഗത്തിറങ്ങിയാൽ ഇതിൻ്റെ ആനുകൂല്യവും ഷോൺ ജോർജിന് ലഭിക്കും. ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വത്തിക്കാനെന്ന് അവർ അവകാശപ്പെടുന്ന പാലായിൽ ജോസ് കെ മാണിയോ റോഷി അഗസ്റ്റിനോ മത്സര രംഗത്തുണ്ടായില്ല എങ്കിൽ തീർച്ചയായും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ശക്തമാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകരോട് ജോസ് കെ മാണി വളരെ വൈകാരികമായി പ്രതികരിച്ചതും അത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്നത് കേരള കോൺഗ്രസും പാലായും കേരള കോൺഗ്രസും പാലായും മാണിസാറുമായിട്ടാണ്. അങ്ങനെ ഒരു ബന്ധമാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ നിൽക്കുമ്പോൾ
ഒരു പക്ഷേ നമുക്കൊക്കെ ചില കാര്യങ്ങൾ നഷ്ടമായി കാണും, അല്ലെ? പാലായിൽ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് നഷ്ടമായി കാണും. നഷ്ടമായതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നഷ്ടമായത് നമ്മൾ തിരിച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ പോരാളികളാകുന്നത്, അല്ലെ? നഷ്ടമായത് നമ്മൾ തിരിച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ പോരാളികളാകുന്നത്, ധീരാളികളാകുന്നത്. നമ്മൾ ചങ്കൂറ്റത്തോടുകൂടി നമ്മൾ മുന്നേറുന്നത്. അവിടെയാണ് അതിന്റെ ഒരു പവർ വരുന്നത്. വളരെ വൈകാരികമായ പ്രതികരണമാണ് ജോസ് കെ മാണി തൻ്റെ പ്രസംഗത്തിനിടയിൽ നടത്തിയിരിക്കുന്നത്. മാണി സാറിൻ്റെ പാല തിരികെ പിടിക്കണമെന്ന ആഹ്വാനമാണ് അദ്ദേഹം പ്രവർത്തകർക്ക് നൽകുന്നത്. എന്നാൽ മാണി സാറിൻ്റെ പാല തിരികെ പിടിക്കുവാൻ ജോസ് കെ മാണി രംഗത്തിറങ്ങിയാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമുണ്ടായാൽ അത് അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തിന് തന്നെ വലിയ വെല്ലുവിളിയാകും. പിന്നീട് ശക്തനായ സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിനാണ്. എന്നാൽ നിലവിൽ ഇടുക്കിയാണ് അദ്ദേഹത്തിന് പാലായേക്കാൾ സുരക്ഷിതം. ഈ ഒരു സാഹചര്യത്തിൽ വൈകാരികത ഉണർത്തി പ്രവർത്തക വികാരത്തെ പിടിച്ചു നിർത്തുവാനുള്ള ജോസ് കെ മാണിയുടെ ശ്രമമായിട്ട് വേണം ഈ വാക്കുകളെ കാണാൻ. 2026 ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെയും കൊണ്ട് രംഗത്തിറങ്ങിയാൽ കേരള കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാവും. ഹാട്രിക് പരാജയം മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി നാണം കെട്ട് പാലായിൽ 3ാം സ്ഥാനത്തേക്ക്, അതും BJPക്ക് പിന്നിലായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുവാനുള്ള സാധ്യതകളും ശക്തമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ ഇടുക്കി ഉപേക്ഷിച്ച് റോഷി അഗസ്റ്റിനെ പാലായിലേക്ക് എത്തിക്കുവാൻ ജോസ് കെ മാണി തന്നെ വളരെ ആത്മാർത്ഥമായ ഒരു ശ്രമവും നടത്തിക്കൂടായികയില്ല. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും ചിന്തകളും നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശദമായ രാഷ്ട്രീയ വിശകലനങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.